ഗൈസ്, അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മാങ്ങണ്ടിയിൽ നിന്ന് വണ്ടിയിൽ എടുക്കാൻ പോവാണ് കേട്ടോ. ഞാൻ കുറച്ചായിട്ട് വിചാരിക്കുന്നു ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന്. നമുക്ക് ഈ മാങ്ങ സീസണിലല്ലേ ഇതൊന്ന് ചെയ്ത് നോക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇനി അടുത്ത കൊല്ലം നമുക്കിതൊന്ന് ചെയ്ത് നോക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. ഇന്ന് SPC ഒക്കെ കഴിഞ്ഞ് വീടെത്തിയപ്പോഴാണ് ഞാനിതൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. അപ്പം ഞാൻ അത്യാവശ്യം പഴുത്തിട്ടുള്ളൊരു മാങ്ങയൊക്കെ എടുത്ത് ഇതുപോലെ കട്ടൊക്കെ ചെയ്തു കേട്ടോ. അപ്പം നല്ല മധുരമുള്ള മാങ്ങയായിരുന്നു കേട്ടോ. ഞാൻ നന്നായിട്ട് കഴുകിയിട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനിത് കട്ട് ചെയ്ത് വലിയ വൃത്തിക്കില്ലാതെയാണ്. ഞാൻ ആകെ 2 പീസ് മാത്രമേ വൃത്തിക്ക് കട്ട് ചെയ്തുള്ളൂ. അതെനിക്ക് തിന്ന് നോക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും പിന്നെ അതേപോലെ ബാക്കിയൊക്കെ ഞാൻ കളഞ്ഞു കേട്ടോ. കാരണം ഞാൻ വൃത്തിക്കൊന്നല്ല കട്ട് ചെയ്തിട്ടുണ്ടായി. പിന്നെ ഈ ഒരു എക്സ്പെരിമെൻറ്റിന് വേണ്ടി മാത്രം ഞാൻ ഈ ഒരു മാങ്ങ എടുത്തതാണ് കേട്ടോ. അത് ഞാൻ അങ്ങനെ മുറിഞ്ച് അത് കട്ട് ചെയ്തതിന് ശേഷം ആ പ്ലേറ്റ് ഒന്ന് എൻ്റെ കയ്യിൽ നിന്ന് തെന്നിപ്പോയിണ്ടായിരുന്നു. അതുകൊണ്ട് ടൈലിൽ അത്യാവശ്യം മാങ്ങേൻ്റെ ചാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇനി തുടച്ച് കളയണം. അപ്പം അങ്ങനെ ഞാൻ 2 മാത്രമേ എടുത്തിട്ടുണ്ട് കേട്ടോ. അതെന്തോരം കഷ്ടപ്പെട്ടാന്ന് പറയാൻ ഞാനതൊന്ന് പൊളിച്ചെടുക്കും. ഒരു വണ്ടിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ കഷ്ടപ്പെടുന്നതെന്ന് മാത്രം കേട്ടോ. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ഈ വീഡിയോസിലൊക്കെ ഞാൻ കണ്ട സമയം സുഖമായിട്ട് അവർ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഒരു കത്തി അധികം യൂസ് ചെയ്യാത്തതാണ്. കാരണം ഇതെൻ്റെ മാത്രം കത്തിയാണ് കേട്ടോ. കാരണം എനിക്ക് വേറൊരു കത്തി യൂസ് ചെയ്യുന്ന ഇഷ്ടമല്ല. എനിക്ക് ഈ വീട്ടിൽ ഈ കത്തി ഞാൻ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അതായത് ഇത് എൻ്റെ കത്തിയാണെന്ന്. അപ്പം ഞാൻ ഈ കത്തി യൂസ് ചെയ്തിട്ട് കുറേ കട്ട് ചെയ്ത് നോക്കി. എന്നിട്ട് പറ്റാത്തതാണ്. അപ്പം ഞാൻ അമ്മേൻ്റെ കയ്യിൽ കൊടുത്തു കേട്ടോ. അങ്ങനെ അമ്മയും കുറേ നേരം കഷ്ടപ്പെട്ടു. ഇത് ശരിക്കും 8 മിനിറ്റത്തെ വീഡിയോ ഞാൻ 2 മിനിറ്റാക്കി ചുരുക്കിയതാണ് കേട്ടോ. കട്ട് ചെയ്തും സ്പീഡ് കൂട്ടിയിട്ടുമാണ് കേട്ടോ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ അമ്മയും കുറേ നേരം കഷ്ടപ്പെട്ടിട്ട് അറ്റ്ലാസ് അമ്മ എനിക്കതൊന്ന് കട്ട് ചെയ്ത് തന്നു കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ ഒരു വണ്ട് പോലും അതിൻ്റെ ഉള്ളിലില്ല കേട്ടോ. ഞാനൊരു വണ്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കിനി എപ്പോഴെങ്കിലും അടുത്ത കൊല്ലത്തെ മാങ്ങ സീസണിലെങ്കിലും നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് എന്തായാലും ഞാനൊരു വണ്ടിനെ കാണിച്ച് തരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അമ്മ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ പറഞ്ഞു എല്ലാ മാങ്ങയിലും ഉണ്ടാവില്ല, ചില മാങ്ങ വണ്ടികളിലായിരിക്കും ഈ വണ്ട് ഉണ്ടാവുക എന്ന്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.